ഇപ്പോൾ ഡാൻ കുര്യൻ ചേരുന്നുണ്ട്. ഡാൻ, ഇനി അറിയേണ്ടത് എങ്ങനെയാണ് ഗോപൻ സ്വാമിയുടെ മരണം സംഭവിച്ചത് എന്നതാണ്. അതിനുള്ള ശാസ്ത്രീയ പരിശോധന ഒരു ഭാഗത്ത് നടക്കുന്നു. ഇനി ശാസ്ത്രീയ പരിശോധനയ്ക്ക് ശേഷം മൃതദേഹം എന്തു ചെയ്യും, ഒപ്പം ഏത് നിലയിലുള്ള മറ്റന്വേഷണം ആണ് പ്രദേശത്ത് നടക്കുന്നത് എന്നതിലൊക്കെ വ്യക്തത കൈവരേണ്ടതുണ്ടല്ലോ ഡാൻ. അഭിലാഷ്, മൃതദേഹം ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് വിശദമായ പരിശോധനകൾക്ക് വിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ. അതിനുശേഷം അവിടെ നിന്ന് മൃതദേഹം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടിയിട്ടാണ് ഗോപൻ സ്വാമിയുടെ ഒരു മകനെ ആശുപത്രിയിലേക്ക് പോലീസ് വാഹനത്തിൽ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് ഇവിടെ നിന്ന് എത്തിച്ചിരിക്കുന്നത്. അവിടെ എത്തി ഈ ഗോപൻ സ്വാമിയുടെ മകൻ ഇപ്പോൾ ആശുപത്രിയിലുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥർ നൽകുന്ന സൂചനകൾ അനുസരിച്ച് അവിടെ നിന്ന് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷം ബന്ധുക്കൾക്ക് ഈ മൃതദേഹം വിട്ടു നൽകും. അതിനുശേഷം അവർക്ക് ഇഷ്ടമുള്ള വിശ്വാസപ്രകാരം ആചാരപ്രകാരം അത് സംസ്കരിക്കുന്നതിനുള്ള എല്ലാ അവകാശവും അവർക്കുണ്ട്. അത് നേരത്തെ തന്നെ സബ് കളക്ടർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ കുടുംബാംഗങ്ങളെ അറിയിച്ചിട്ടുണ്ട്. ഈ കുടുംബവുമായി ബന്ധമുള്ള ചില ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവരെ മുന്നിൽ നിർത്തിയാണ് പോലീസ് ഉദ്യോഗസ്ഥരും ജില്ലാ ഭരണകൂടവും ഇക്കാര്യം ഈ കുടുംബാംഗങ്ങളെ നേരത്തെ തന്നെ അറിയിച്ചത്. ആദ്യം ഒരു തരത്തിലും ഈ പോലീസിന്റെ നടപടികളോട് സഹകരിക്കാത്ത ഒരു നിലപാടായിരുന്നു ഈ കുടുംബം സ്വീകരിച്ചിരുന്നത്. പക്ഷേ പിന്നീട് ഇതിന്റെ നിയമവശങ്ങൾ, അതായത് നിയമത്തിനപ്പുറത്തേക്ക് വിശ്വാസത്തെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് ഇവർ ഈ തരത്തിലുള്ള എല്ലാ നടപടികളെയും പൂർണ്ണമായി എതിർത്തിരുന്നത്. ആ എതിർപ്പിന് പിന്തുണയുമായിട്ടാണ് വിവിധ സംഘടനകളടക്കം കഴിഞ്ഞ ദിവസം രംഗത്തെത്തുന്ന പശ്ചാത്തലമുണ്ടായത്. പക്ഷേ കഴിഞ്ഞ ദിവസം നെയ്യാറ്റിൻകര പോലീസ് സ്റ്റേഷനിൽ വെച്ച് നടന്ന ചർച്ചയിൽ ഉദ്യോഗസ്ഥർ അവരോട് വ്യക്തമായി പറഞ്ഞ ഒരു കാര്യം, ഈ മരണ സർട്ടിഫിക്കറ്റ് പോലെ എന്തെങ്കിലും ഒരു രേഖ ഈ ഗോപൻ സ്വാമി മരിച്ചു, ഇന്ന സമയത്ത് മരിച്ചു എന്ന് വ്യക്തമാക്കുന്ന എന്തെങ്കിലും ഒരു രേഖ നിങ്ങളുടെ കൈവശം ഉണ്ടായിരുന്നുവെങ്കിൽ, ഒരു ജനപ്രതിനിധിയുടെ ഒപ്പുള്ള ഒരു പഞ്ചായത്ത് മെമ്പറുടെ പേപ്പറിന്റെ കോപ്പിയെങ്കിലും കൈവശം ഉണ്ടായിരുന്നെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു വിവാദങ്ങളും തലപൊക്കില്ലായിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള തരത്തിൽ നിങ്ങളുടെ അച്ഛന്റെ സംസ്കാരം അദ്ദേഹത്തിന്റെ തന്നെ ആഗ്രഹപ്രകാരം അദ്ദേഹം പറഞ്ഞതുപോലെ നടത്താൻ കഴിയുകയും ചെയ്യുമായിരുന്നു. പക്ഷേ അങ്ങനെയുള്ള ഒരു രേഖകളും വെക്കാതെ നിങ്ങൾ പറയുന്നത് മാത്രം വിശ്വസിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാനാവില്ല. അതുമായി ബന്ധപ്പെട്ട പോലീസിന് തുടർ നടപടികളിലേക്ക് കടക്കേണ്ടി വരുമെന്നൊരു നിലപാടിൽ പോലീസ് ഉറച്ചു നിന്നു. അപ്പോഴാണ് കുടുംബം പറഞ്ഞത് കുറച്ചുകൂടി സാവകാശം വേണമെന്ന കാര്യം. അങ്ങനെയാണ് പോലീസ് അവർക്ക് സാവകാശം നൽകുന്നത്. ആ സാവകാശം നൽകിയത് കോടതിയുടെ ഭാഗത്ത് നിന്ന് അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷ ഈ കുടുംബത്തിനുണ്ടായിരുന്നു. ഒരുപക്ഷെ പോലീസ് അപ്പോഴും വിശ്വസിച്ചിരുന്നത് കോടതി കൃത്യമായി പോലീസിന്റെ നടപടികൾക്ക് ഒപ്പം നിൽക്കും. അതുകൊണ്ട് എടുത്തുചാടി അങ്ങനെ ഒരു നടപടികളിലേക്ക് കടന്ന് കൂടുതൽ പ്രകോപനങ്ങൾ വിളിച്ചു വരുത്തേണ്ടതില്ല. അത് കൂടുതൽ പ്രതിഷേധങ്ങൾക്കും മറ്റു തരത്തിലുള്ള ക്രമസമാധാന പ്രശ്നങ്ങൾക്കൊക്കെ വഴിമാറുന്ന സാഹചര്യമുണ്ടാകും. നേരത്തെയും ഈ നാട്ടിൽ ആറാലുമൂട്ടിൽ സമാനമായ തരത്തിലുള്ള ചില വർഗീയമായ പ്രശ്നങ്ങളൊക്കെ ഉടലെടുത്തിട്ടുള്ളതാണ്. അങ്ങനെ ഒരു സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് കോടതി വിധി വരുന്നതുവരെ തൽസ്ഥിതി തുടരുക എന്നൊരു തീരുമാനത്തിലേക്ക് ജില്ലാ കളക്ടർ അനുകുമാരി ഉൾപ്പെടെയുള്ള സംഘം എത്തുന്നത്. അങ്ങനെ അവർ കാത്തിരിക്കുകയായിരുന്നു. കൃത്യമായി പോലീസ് പ്രതീക്ഷിച്ചതുപോലെ, ജില്ലാ ഭരണകൂടം പ്രതീക്ഷിച്ചതുപോലെ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് എവിടെ മരണ സർട്ടിഫിക്കറ്റ് എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഉയരുന്നു. ആ ചോദ്യത്തിന് മുമ്പിൽ നിസ്സഹാരായി പോയി കുടുംബം. അവരുടെ അഭിഭാഷകന് അതിനൊരു മറുപടിയും നൽകാൻ കഴിയുന്നില്ല. അവർ പറഞ്ഞ ഒരു വാദവുങ്ങളും കോടതി മുഖവിലക്കെടുക്കാതിരിക്കുന്ന ഒരു സാഹചര്യമുണ്ടാകുന്നു. അവിടെയാണ് പ്രധാനമായി പോലീസ് മുമ്പോട്ട് വെച്ച ആവശ്യങ്ങൾ മനസ്സോടെയാണെങ്കിലും അംഗീകരിക്കേണ്ട തരത്തിലേക്ക് ഈ കുടുംബത്തിന് മുമ്പിൽ കാര്യങ്ങൾ എത്തിയത്. അവിടെയാണ് പോലീസ് കൃത്യമായി അവരുമായി ഇന്നലെ തന്നെ ഈ കാര്യങ്ങൾ വിശദമായി പറഞ്ഞ് മനസ്സിലാക്കിയതിനു ശേഷം ചില ജനപ്രതിനിധികളുടെ കൂടി സഹായത്തോടെ ഈ പുലർച്ചെ തന്നെ നടപടികൾ ആരംഭിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. പക്ഷേ അത് ഇന്നലെ തന്നെ ഈ നടപടികളിലേക്ക് കടന്നേക്കുമെന്നൊരു സൂചനകളുണ്ടായിരുന്നു. അതറിഞ്ഞ് മാധ്യമങ്ങളുടെ വലിയൊരു സംഘം തന്നെ ഇവിടെ എത്തി. പക്ഷേ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വെച്ച് പെട്ടെന്ന് അങ്ങനെ ഒരു നീക്കത്തിലേക്ക് കടന്നാൽ അത് ചിലപ്പോൾ വീണ്ടും എതിർപ്പുകൾ വിളിച്ചു വരുത്തിയേക്കാമെന്ന ഒരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് പുലർച്ചെ മാത്രം ഈ നടപടികൾ ആരംഭിച്ചാൽ മതി എന്നൊരു തീരുമാനം പോലീസിന്റെയും ജില്ലാ കളക്ടറെയും ഒക്കെ ഭാഗത്തു നിന്നുണ്ടായത്. അങ്ങനെയാണ് പുലർച്ചെ OV ആൽഫ്രഡ് സബ് കളക്ടർ നേതൃത്വത്തിലുള്ള സംഘം ഇവിടെ എത്തി ഈ നടപടികൾക്ക് മേൽനോട്ടം വഹിക്കുന്നതും. ആറാലുമൂട്ടിൽ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലത്ത് നിന്നാണ് ഇതിന്റെ പ്രവേശന കവാടം. കൈലാസനാഥ ക്ഷേത്രത്തിന്റെ ബോർഡ് ഇവിടെയാണ്. ഇവിടെ നിന്ന് താഴേക്കിറങ്ങുന്ന വഴിയിലാണ് ഈ ക്ഷേത്രവും സമാധി സ്ഥലവും ഗോപൻ സ്വാമിയുടെ വീടുമൊക്കെയുള്ളത്. ഈ പരിസരം മുഴുവൻ ഇന്ന് പുലർച്ചെ 5 മണിയോടെ പോലീസിന്റെ കൃത്യമായ നിയന്ത്രണത്തിലാകുകയായിരുന്നു. ഒരു വ്യക്തികളെ പോലും, മാധ്യമപ്രവർത്തകരെ പോലും അവിടെ വടം കെട്ടി നിയന്ത്രിച്ച സ്ഥലത്തിനപ്പുറത്തേക്ക് ആർക്കും കടക്കാൻ കഴിയാത്ത തരത്തിൽ പൂർണ്ണമായി അവരെ എല്ലാവരെയും
അവിടെ നിന്ന് നീക്കിയതിന് ശേഷമാണ് പോലീസ് ഈ നടപടികളിലേക്ക് കടന്നത്. പിന്നാലെ ഫോറൻസിക് സംഘം എത്തുന്നു, മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നുള്ള ഫോറൻസിക് ഡോക്ടർമാർ എത്തുന്നു. അങ്ങനെ 7:15 നടപടികൾ ആരംഭിച്ചത്. ഒരു കാര്യം എടുത്തു പറയാം, ഈ ഭിത്തിയിൽ ഒട്ടിച്ചിരിക്കുന്ന ഈ പോസ്റ്റർ ഇത് തന്നെയാണ് ഈ വിവാദങ്ങളുടെ തുടക്കം. അതായത് അന്ന് പുലർച്ചെ കഴിഞ്ഞ വ്യാഴാഴ്ച അദ്ദേഹത്തിന്റെ മരണം സംഭവിക്കുന്നത്. തൊട്ടു പിന്നാലെ ഇങ്ങനെ ഈ ഒരു പോസ്റ്റർ ഒട്ടിക്കാൻ എങ്ങനെ അവർക്ക് കഴിഞ്ഞു? അതാണ് പോലീസിനെ ഏറ്റവും കൂടുതൽ ഈ ഒരു കേസിൽ സംശയത്തിലാക്കിയ കാര്യം. ഇങ്ങനെ ഒരു പോസ്റ്റർ ഒട്ടിക്കണമെങ്കിൽ അതിൽ പിന്നിൽ ഒരു ആസൂത്രണം ഉണ്ടായിട്ടില്ലേ? ഈ ചോദ്യത്തിന് വ്യക്തമായി ഉത്തരം നൽകാൻ ഈ കുടുംബാംഗങ്ങൾക്ക് കഴിഞ്ഞില്ല. ഡിവൈഎസ്പി ഓഫീസിൽ വിശദമായി അവരിന്ന് മൊഴിയെടുത്തിരുന്നു. അതോടെയാണ് ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ബലപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. പിന്നീട് വിശദമായ അന്വേഷണത്തിലേക്ക് പോലീസിന് തന്നെ കടക്കേണ്ടി വന്നു. ഒരു കാര്യം അവിടെ വ്യക്തമായിരുന്നു, ഈ സമാധിയാകണം എന്ന ആഗ്രഹം ഗോപൻ സ്വാമി തന്നെ പലപ്പോഴും അദ്ദേഹത്തിന്റെ ചില സുഹൃത്തുക്കളോട് പറഞ്ഞിരുന്നു എന്ന മൊഴി പോലീസിന് ലഭിക്കുന്നു. അതോടൊപ്പം ഈ കുടുംബാംഗങ്ങളിൽ നിന്ന് വിശദമായി മൊഴിയെടുക്കാൻ പോലീസ് ശ്രമം നടത്തുന്നു. പക്ഷേ ആദ്യഘട്ടത്തിൽ എല്ലാവരും അദ്ദേഹം അവിടെ നിന്ന് ചെന്ന് ഈ കിടപ്പിലായിരുന്ന അദ്ദേഹം ഈ സമാധി സ്ഥലത്തേക്ക് നടന്നു ചെന്നിരുന്ന് സമാധി പീഠത്തിലിരുന്ന് അവിടെ വെച്ച് സമാധിയാകുകയായിരുന്നു പറയുന്നു. പിന്നീട് ഒരു മകൻ ഈ മൊഴി മാറ്റി പറയുന്ന ഒരു സാഹചര്യം. മൊഴി മാറ്റി പറഞ്ഞത് അദ്ദേഹം സമാധിയായതിന് മരിച്ച ശേഷം അദ്ദേഹത്തെ സമാധി പീഠത്തിൽ കൊണ്ട് ഇരുത്തുകയായിരുന്നു എന്ന തരത്തിലാണ് മൊഴി മാറ്റി പറഞ്ഞത്. അവിടെ ഈ മൊഴികളിലെ വൈരുദ്ധ്യമാണ് പോലീസിനെ വീണ്ടും ഈ സംശയം ബലപ്പെടുത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. അവിടെ വിശദമായ മൊഴിയെടുക്കേണ്ടത് എത്രത്തോളം അനിവാര്യമാണ് എന്ന കാര്യം പോലീസ് തന്നെ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് വ്യക്തമാക്കിയതുമാണ്. അതിനുശേഷം ഈ പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് കടക്കാതെ ഇതിലെ ദുരൂഹത ഇനി അഴിക്കാനാവില്ല എന്ന കൃത്യമായ ഒരു തീരുമാനത്തിൽ തന്നെയാണ് ആ ഒരു നടപടികളിലേക്ക് കടക്കാനുള്ള ഒരു തീരുമാനം ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായതും ആ നടപടികൾക്ക് വേണ്ടി ഇവിടേക്ക് കഴിഞ്ഞ തിങ്കളാഴ്ച അവർ എത്തിയതും. പക്ഷേ വലിയ തരത്തിലുള്ള പ്രതിഷേധം, സമാനതകളില്ലാത്തൊരു പ്രതിഷേധം ഇവിടെ ഉയരുന്നു. അതോടെ ഈ നടപടികൾ തൽക്കാലത്തേക്ക് നിർത്തിവെക്കുകയാണ്. എന്തായാലും ഇന്ന് ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കുമ്പോൾ ഒരുപക്ഷേ ഒരു തരത്തിലുള്ള പ്രതിഷേധം ഇതിനോടകം ഉണ്ടായിട്ടില്ല. കുടുംബാംഗങ്ങളുടെ ഭാഗത്തു നിന്ന് പോലും അങ്ങനെ ഒരു പ്രതിഷേധം ഉണ്ടായിട്ടില്ല. പക്ഷേ അതിനുള്ള സാധ്യതകൾ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയായിരുന്നു പോലീസിന്റെ കാവൽ, വനിതാ പോലീസ് ഉദ്യോഗസ്ഥരെ അടക്കം ഈ വീടിനുള്ളിൽ അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളുമുള്ള സ്ഥലത്ത് അവർക്ക് സുരക്ഷയ്ക്ക് വേണ്ടി വീടിന് പുറത്തേക്ക് കടന്നു വന്നൊരു പ്രതിഷേധം ഉണ്ടാകാതിരിക്കുന്നതിനുള്ള മുന്നൊരുക്കങ്ങൾ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. അത് കൃത്യമായി അവർ നടപ്പിലാക്കുകയും ചെയ്തു. അതിനുശേഷം ഏറെ പ്രതിഷേധങ്ങൾ ഉയർന്ന സ്ഥലത്തുകൂടി വളരെ സാവധാനത്തിൽ ഈ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് ഇന്ന് 9:45 ഇവിടെ നിന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കടന്നു പോവുകയായിരുന്നു. ഏതാണ്ട് 2-3 ദിവസത്തിനകത്ത് ഈ അദ്ദേഹം മരണപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തെ ഈ സമാധി പീഠത്തിൽ കൊണ്ട് ഇരുത്തിയതാണോ അതോ അദ്ദേഹം അവിടെ തന്നെ ഇരുന്ന് സമാധിയായതാണോ? ഈ കാര്യത്തിലാണ് വ്യക്തത കൈവരാനുള്ളത്. ആ 2 ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കിട്ടുന്നതോടെ കേരളത്തെ മുഴുവൻ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി ആകാംക്ഷയുടെ മുനയിൽ നിർത്തിയിരുന്ന ഗോപൻ സ്വാമിയുടെ സമാധി വിവാദത്തിന്റെ ചുരുളഴിയുമെന്നാണ് കരുതപ്പെടുന്നത്. യെസ്, ഡാൻ സൂചിപ്പിച്ചതുപോലെയുള്ള സംശയങ്ങൾ ആണ് ഇപ്പോഴും ശേഷിക്കുന്നത്. ഒരു സാധാരണമായ മരണം സംഭവിക്കുകയായിരുന്നോ ഗോപൻ സ്വാമിക്ക്? അതിനുശേഷം ഈ സമാധി ഇരുത്തി എന്ന് പറയുന്ന ഇടത്തേക്ക് എത്തിച്ചതാണോ? അതല്ല എങ്കിൽ മരണത്തിന് തൊട്ടു മുമ്പ് ആ സമാധി സ്ഥലത്ത് എത്തിക്കുകയായിരുന്നോ? ഇതുമല്ല എങ്കിൽ അസ്വാഭാവികമായി, അതായത് സാധാരണ നിലയിലുള്ള ഒരു മരണത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു മരണം ആണോ ഗോപൻ സ്വാമിക്ക് സംഭവിച്ചത്? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് ആണ് ഇനി മറുപടി ലഭിക്കേണ്ടത്. ആ മറുപടി ശാസ്ത്രീയമായ പരിശോധനയിലൂടെ മാത്രമേ ലഭിക്കുകയുള്ളൂ. അതിനുവേണ്ടിയുള്ള പരിശോധനകൾ ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ദിവസങ്ങളായി കേരളത്തിന്റെ പൊതുസമൂഹം ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളിൽ ഒന്നാണ് ഗോപൻ സ്വാമിയുടെ മരണം. ഈ മരണവാർത്ത പുറം ലോകം അറിഞ്ഞതിന് ശേഷം ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ കേരളത്തിൽ എന്ന സാമാന്യമായ യുക്തിയിൽ നിന്നുകൊണ്ടുള്ള ചോദ്യങ്ങൾ ഉയരുന്നു. ആ ചോദ്യത്തിന് ആണ് ഇനി ഉത്തരം ലഭിക്കേണ്ടത്. ആ ഉത്തരം കണ്ടെത്തേണ്ട വലിയ ഉത്തരവാദിത്വം പോലീസിന് ആണ് ഉള്ളത്. പോലീസ് ആ നടപടികളിലേക്ക് കടന്നു എങ്കിലും അത് വിവാദമായ പശ്ചാത്തലമുണ്ടാകുന്നു. പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഈ മരണം സ്വാഭാവികമായ ഒന്നാണോ എന്ന് കണ്ടെത്തേണ്ടതിന് കൂടുതൽ അന്വേഷണം നടത്തേണ്ട സാഹചര്യമുണ്ട്. എന്നാൽ അന്വേഷണത്തോട് ഗോപൻ സ്വാമിയുടെ കുടുംബാംഗങ്ങൾ സഹകരിക്കാതിരുന്ന ഒരു പശ്ചാത്തലം ആണ് പോലീസിനെ വലിയ തോതിൽ ബുദ്ധിമുട്ടിൽ ആഴ്ത്തിയത്. പോലീസ് സംഘത്തിന് കൃത്യമായി ഈ സ്ഥലത്തേക്ക് എത്താനോ അവിടെ കാര്യക്ഷമമായി പരിശോധനകൾ നടത്താനോ ഒന്നും തുടക്കത്തിൽ സാധിച്ചിരുന്നില്ല. പ്രത്യേകിച്ച് കുടുംബത്തിന്റെ വിയോജിപ്പുകൾ നിലനിന്ന പശ്ചാത്തലത്തിൽ അച്ഛൻ സമാധിയായതാണ് എന്ന് മക്കൾ ആവർത്തിക്കുന്ന പശ്ചാത്തലം ഉണ്ടാകുന്നു. അച്ഛന്റെ ആഗ്രഹപ്രകാരമുള്ള സമാധിയാണ് നടത്തിയത് എന്ന് മക്കൾ ആവർത്തിച്ച പശ്ചാത്തലം ഉണ്ടാകുന്നു. എന്നാൽ പോലീസിനെ സംബന്ധിച്ച് ഇതിൽ വ്യക്തത വരുത്തുന്നതിന് മൃതദേഹം പരിശോധിക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു, പോസ്റ്റ്മോർട്ടം നടത്തേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. അതിനൊന്നും അനുകൂലമായ ഒരു നിലപാട് കുടുംബം സ്വീകരിച്ചിരുന്നില്ല.
ഗോപൻ സ്വാമി എന്നത് ആ പ്രദേശത്തെ ആളുകൾക്ക് പരിചിതനായ ആൾ ആണ്. അവിടെ ക്ഷേത്രത്തിൽ പൂജയും മറ്റു കാര്യങ്ങളും ആത്മീയതയും ഒക്കെയായി മുന്നോട്ട് പോയിരുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് ആളുകൾക്ക് അടുപ്പമുണ്ടായിരുന്നു. ആ ആളുകളുടെ ഒരു പിന്തുണ ഈ കുടുംബത്തിന് ലഭിച്ചു. ഹൈന്ദവ സംഘടനകളിൽ ചിലർ എങ്കിലും ഗോപൻ സ്വാമിയുടെ കുടുംബത്തെ പിന്തുണയ്ക്കുന്ന സപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി. അതോടുകൂടിയാണ് പോലീസിന് ഒരല്പം പിൻവാങ്ങേണ്ടി വന്നത്. മാത്രവുമല്ല, ഗോപൻ സ്വാമിയുടെ കുടുംബത്തിന് കോടതിയെ സമീപിക്കണമെങ്കിൽ അതിനുള്ള സമയവും പോലീസ് അനുവദിച്ചു. അങ്ങനെ കഴിഞ്ഞ ദിവസം ആണ് കോടതിയെ സമീപിക്കാൻ ഗോപൻ സ്വാമിയുടെ കുടുംബം തയ്യാറായത്. അതിനു മുമ്പ് തന്നെ ഗോപൻ സ്വാമിയുടെ കുടുംബം കോടതിയെ സമീപിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും മനഃപൂർവ്വം നടപടിക്രമങ്ങൾ വൈകിപ്പിക്കുന്നു എന്ന സംശയം ഭരണകൂടത്തിന് പോലീസിനുണ്ടായി. അങ്ങനെ വൈകിപ്പിക്കുന്നുവെങ്കിൽ ഈ കല്ലറയിൽ നിന്ന് മൃതദേഹം പുറത്തെടുക്കാൻ തന്നെയായിരുന്നു പോലീസിന്റെ തീരുമാനം. പക്ഷേ കോടതിയിലേക്ക് എത്തുകയും കോടതി അവിടെ പോലീസിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്തു. പ്രത്യേകിച്ച് വാദത്തിന്റെ ഘട്ടത്തിലടക്കം കുടുംബത്തിന്റെ വാദങ്ങൾ തള്ളിക്കളഞ്ഞ സാഹചര്യമാണ് ഉണ്ടായത്. മരണ സർട്ടിഫിക്കറ്റ് എവിടെയെന്ന ചോദ്യത്തിന് കുടുംബത്തിന് കൃത്യമായ മറുപടി നൽകാൻ സാധിച്ചില്ല. മരണ സർട്ടിഫിക്കറ്റ് ഹാജരാക്കാൻ സാധിച്ചില്ല. ഒപ്പം കുടുംബം ആവശ്യപ്പെട്ടത് തെർമൽ സ്കാനിങ്ങിലൂടെയും മറ്റും ഈ സമാധി ഇരുത്തി എന്ന് പറയുന്ന സ്ഥലത്ത് മൃതദേഹമുണ്ടല്ലോ എന്ന് തിരിച്ചറിയാൻ സാധിക്കില്ലേ എന്നുള്ളതായിരുന്നു. കോടതി അതിനും സമ്മതിച്ചില്ല. കോടതി കൃത്യമായി ഈ കല്ലറയിൽ നിന്ന് മൃതദേഹം പുറത്തെടുത്ത് പരിശോധിക്കാം എന്ന് തന്നെയാണ് വ്യക്തമാക്കിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ ആണ് പോലീസ് സംഘം ഈ സമാധി ഇരുത്തിയിരിക്കുന്നു എന്ന് പറയുന്ന പ്രദേശത്ത് എത്തുകയും അങ്ങനെ കല്ലറയിലെ സ്ലാബുകൾ നീക്കി മൃതദേഹം പുറത്തെടുക്കുകയും ചെയ്തത്. ഇന്ന് പുലർച്ചെ തന്നെ സർവ്വസന്നാഹങ്ങളുമായി പോലീസ് സംഘം അവിടേക്ക് എത്തുകയായിരുന്നു. മറ്റ് ഇതര സംഘടനകളുടെ പ്രതിഷേധങ്ങൾക്ക് ഒന്നും തന്നെ അവസരം നൽകിയില്ല പോലീസ് എന്നതാണ് വസ്തുത. കുടുംബാംഗങ്ങളും കാര്യമായി വിയോജിപ്പുകൾ പ്രകടിപ്പിച്ചില്ല. നേരത്തെ കല്ലറ പൊളിക്കുവാനോ മൃതദേഹം പുറത്തെടുക്കുവാനോ അനുവദിക്കില്ല എന്ന നിലപാടായിരുന്നു കുടുംബം സ്വീകരിച്ചിരുന്നത് എങ്കിൽ ഇന്ന് പരിശോധനയ്ക്ക് എത്തിയപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള എതിർപ്പുകൾ കുടുംബത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നില്ല എന്നതും എടുത്തു പറയേണ്ടതാണ്. ഈ നിമിഷം വരെ ഏതെങ്കിലും സംഘടനകൾ കുടുംബത്തെ പിന്തുണച്ചുകൊണ്ട് പ്രതിഷേധങ്ങൾ ഉയർത്തുന്നില്ല എന്നതും വളരെ പ്രസക്തമാണ്.